എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ഭരണ സംവിധാനങ്ങൾക്കുമെതിരായി വളരെ സംഘടിതമായ ഒരു തുടർച്ചയായ ആക്രമണം നടന്നു വരികയാണ്. അതിൽ ഏറ്റവും അവസാനം പാർട്ടിയുടെ ഏറിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറിയ സമ്മേളനത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സംഭ്രമജനകമായ വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്നാൽ പാർട്ടിയുടെ ഏറിയ സമ്മേളനം ഏകകണ്ഠമായ രൂപത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്ത് പിരിഞ്ഞു. ഒരു തരത്തിലുമുള്ള തർക്കവുമില്ലാതെ എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടെടുത്തു. ഏറിയ സമ്മേളനത്തിന് ശേഷം കായംകുളത്തെ പാർട്ടിയുടെ നേതൃത്വത്തെ വീണ്ടും അടിസ്ഥാനരഹിതമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കസേര ഒഴിയുന്നില്ല, പിന്നെ രക്തസാക്ഷി അതിൻ്റെ ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നില്ല. ഇതെല്ലാം പാർട്ടിയുടെ ഒരു ആഭ്യന്തരമായ ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് പാർട്ടിക്കകത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ വക്രീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ തുടർച്ചയായി കായംകുളത്ത് ചില മാധ്യമ സുഹൃത്തുക്കൾ ആരുടെയൊക്കെയോ പ്രേരണയാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നു. അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ മകനുമായി ബന്ധപ്പെടുത്തി അങ്ങേയറ്റം ക്രൂരമായ നടപടികളാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഏത് കുട്ടിക്കും പറ്റാവുന്നൊരബദ്ധം. അതിൻ്റെ കൂട്ടുകാരുമായിട്ട് പോകുമ്പോൾ കൂട്ടുകാരിൽ ഒരാൾ കാണിച്ച തെറ്റ് ഏത് കുട്ടിക്കും പറ്റാം. നമ്മുടെ വീടുകളിലെ കുട്ടിക്ക് പറ്റാം, നമ്മുടെ അയലത്തെ വീടുകളിലെ കുട്ടികൾക്ക് പറ്റാം, എവിടെയും സംഭവിക്കാവുന്ന ഒരു കാര്യം. അത് ഭയങ്കരമായി ഹൈലൈറ്റ് ചെയ്തു. MLAയുടെ മകനെ കഞ്ചാവുമായി പിടിച്ചു എന്ന രൂപത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യം. വാർത്ത വേറെ രൂപത്തിലേക്ക് പോവുകയാണ്. വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനമില്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. MLA എത്ര ദിവസമാണ് വേട്ടയാടാനായിട്ട് ആ സംഭവത്തെ ഉപയോഗിച്ചത്? അങ്ങേയറ്റം ഒരു കുട്ടിക്ക് പറ്റുന്ന ഒരു ചെറിയ പെശക് തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആരായാലും ചെയ്യേണ്ടതാണ്. അത്തരം ഒരു കാര്യം സംഭവിച്ചാൽ തിരുത്തുക. ഇതൊരു ഏതാണ്ടൊരു ബിസിനസ് നടത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന പോലെ MLAയുടെ മകൻ ഇങ്ങനൊരു ബിസിനസ് എന്ന രൂപത്തിലേക്ക് വളരെ ക്രൂരമായ രൂപത്തിൽ ഒരു വേട്ടയാടലാണ്. ഒരു മാതാവിന് MLA എന്ന രൂപത്തിൽ ഒരു മാതാവിനുണ്ടാകുന്ന പ്രയാസം, ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസം എത്രയോ വിഷമകരമായ സംഭവമാണ്. MLA സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുമെല്ലാം ആ വാർത്തയോട് പരമപുച്ഛത്തോടു കൂടിയാണ് തോന്നിയത്. വളരെ പുച്ഛത്തോടു കൂടിയാണ് ആ വാർത്തകളെ കണ്ടത്. വേണ്ടാത്ത രൂപത്തിൽ ഒരു സംഭവം എടുത്തിട്ട് വാർത്തയാക്കി ഒരു കുട്ടിയെയും, ആ കുട്ടി എന്തെങ്കിലും ഒരു കടുത്ത കൈ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സംഭവിക്കരുതോ? തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു ചെറിയ പെശകനെ MLA ആയ എൻ്റെ അമ്മയെ ഇങ്ങനെ വേട്ടയാടുന്നു. അതിൻ്റെ മാനസികാവസ്ഥയിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു കടുത്ത കൈ കാണിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? 4 ദിവസം ഈ സംഭവം വന്നു. ഞങ്ങൾ MLAയുമായി സംസാരിച്ചതിന് ശേഷം 4 ദിവസം MLA ഈ കുട്ടിയുമായിട്ട് യാത്രയിലായിരുന്നു. ആ കുട്ടിയെ മാനസാന്തരപ്പെടുത്താൻ ചെറിയൊരു കാര്യമല്ലല്ലോ. ആ നിലയിലേക്ക് വളരെ ഒരു വേട്ടയാടൽ MLAക്കെതിരായി, അത് പാർട്ടിക്കെതിരായിട്ടുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ, CPMൻ്റെ പ്രതിനിധി എന്ന രൂപത്തിൽ MLA വേട്ടയാടുന്ന സമീപനമാണ് അക്കാര്യത്തിലുണ്ടായത്. കായംകുളം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെടുത്തി മുനിസിപ്പൽ ഭരണത്തിനെതിരായി തുടർച്ചയായ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കായംകുളം നഗരസഭയിൽ എത്ര നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കായംകുളം ഗവൺമെൻറ് ആശുപത്രിയുടെ വികസനത്തിൻ്റെ നിങ്ങളിൽ പലർക്കും അറിയുന്നതാണല്ലോ. പക്ഷെ അതാണോ നമ്മുടെ നാട്ടിൽ വാർത്തയാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ദേശീയപാത വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ വീണ്ടും പറയുകയല്ല, യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ
ചിലരാണ്, ചില മാധ്യമങ്ങൾ ആ പ്രശ്നത്തെ ഏത് തലത്തിലാണ് നിലവിലെ MLAയ്ക്കും നേരത്തെ ഉണ്ടായിരുന്ന MP-ക്കും നേരത്തെ നിലവിലുള്ള മുനിസിപ്പൽ കൗൺസിലിനും എതിരായ രൂപത്തിലേക്ക് അത് വാർത്തയാക്കാൻ ശ്രമിക്കുന്നു. വസ്തുത എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്നുള്ളിടത്തുനിന്ന് അത് മാറ്റി വേറൊരു തലത്തിലേക്ക് അത് മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. അതുപോലെ CPM വിട്ട് കൂട്ടത്തോടുകൂടിയ ആളുകൾ, ഇന്നലെ നിങ്ങൾ കൊടുത്ത 58 പേര്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെയും പരിശോധിക്കുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ വാർത്ത? എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ? എന്തുദ്ദേശത്തിലാണ്? ഞങ്ങൾ അന്വേഷിച്ചു ഈ 58 എവിടെ നിന്നാണ്? ഞങ്ങൾ ഈ മണ്ഡലം മുഴുവൻ അന്വേഷിക്കുക, ഏരിയ മുഴുവൻ അന്വേഷിക്കുക. യഥാർത്ഥത്തിൽ ഈ വാർത്ത കൊടുത്തവർ ജനങ്ങളെ കബളിപ്പിക്കുകയും BJPയുടെ നേതാക്കന്മാരെ കൂടി കബളിപ്പിച്ചിരിക്കുക. ഈ ആളിനെല്ലാം കൊണ്ടുവന്ന് CPM-ൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക. നിങ്ങൾ നോക്ക്, ഇതിലാരാ പോയത്? CPM 56 പേര് ആരാ പോയിരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കും. പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സ്വഭാവ രീതിയുള്ളവർക്ക് പാർട്ടി നിൽക്കാൻ പറ്റത്തില്ല. വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയുള്ളവർ പോകും, അല്ലെങ്കിൽ അവർക്ക് പാർട്ടി നിൽക്കാൻ പറ്റില്ല. പാർട്ടിയുടെ ചില മൂല്യങ്ങളുണ്ട്, അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മാത്രമേ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റൂ. അത് ജീവിതത്തിൽ പ്രധാനമാണ്, പൊതുപ്രവർത്തനത്തിൽ പ്രധാനമാണ്, വ്യക്തി ജീവിതത്തിൽ പ്രധാനമാണ്. അതിനെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നാണ് പറയുന്നത്. ആ മൂല്യങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ പറ്റാത്തവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ പറഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വിശദാംശങ്ങൾ പിന്നീട് പറയാം, നിങ്ങളോട് പറയാം. നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതാണ്. അല്ലാതെ ആ 1-2 പേരല്ലാതെ, നേരത്തെ പോയതും ഇപ്പോൾ പോയതുമായിട്ട് 1-2 പേരല്ലാതെ CPM-ൻ്റെ ഒരു പ്രവർത്തകനും പാർട്ടി പത്തിയൂര് കിഴക്ക് DYFIയുടെ മേഖലാ സെക്രട്ടറി സമീർ, ഞങ്ങൾ അന്വേഷിച്ചു. അവിടുത്തെ DYFIയുടെ മേഖലാ സെക്രട്ടറി പിന്നെ നമ്മുടെ ശ്രീജിത്താണ്, സഖാവ് ശ്രീജിത്താണ് അവിടുത്തെ DYFIയുടെ മേഖലാ സെക്രട്ടറി. നിങ്ങൾ സമീർ എന്ന് പറഞ്ഞു. സമീർ എന്ന് പേര് പറഞ്ഞവരെല്ലാം ഫേസ്ബുക്കിൽ ഞാൻ നോക്കി 2-3 പേരുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അവർ പാർട്ടിയോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട്. എന്തെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അതോ നിങ്ങളെയൊക്കെ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്? ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ? ജനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചോ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കായംകുളത്ത് മാധ്യമങ്ങൾ, നിങ്ങൾ കുറച്ചുകൂടി ഒരു വിവേകപൂർവ്വം പ്രശ്നങ്ങളെ സമീപിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വസ്തുതാപരമായി വിവരങ്ങൾ കൊടുക്കണം, ഒരു കുഴപ്പമില്ല. വസ്തുതയ്ക്കനുസരിച്ച് വിവരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്ത് കസേരയിലിരിക്കണം എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കാൻ ചെയ്ത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഒരു വാർത്തയാണ്. എന്തടിസ്ഥാനം? അദ്ദേഹത്തിൻ്റെ ഔചിത്യബോധം, സമ്മേളനം കഴിഞ്ഞു പിറ്റേ ദിവസം വന്ന് കസേര കയറി ഇരുന്നില്ല. ഇവിടെ കമ്മിറ്റി അടുത്ത 3-4 ദിവസം കഴിഞ്ഞ് കമ്മിറ്റി കൂടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അബിൻ ഷാ കസേര കയറിയത്. ഞാൻ ഏരിയ സെക്രട്ടറി, ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് ആ കസേര ഇരുന്നത്. ഒരു വാർത്തയും വന്നില്ലല്ലോ. എന്തിനാ അപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുന്നത്? അപ്പോൾ അതൊരു നല്ലതല്ല. വസ്തുത നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ പരിശോധിക്കണം, യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് ഈ രൂപത്തിൽ വസ്തുതാപരമല്ലാത്ത ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് അതിനെ പിന്തിരിപ്പിക്കാനും അത് അവസാനിപ്പിക്കാനും മാധ്യമ സുഹൃത്തുക്കൾ മുൻകൈയെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നവർ ആ വാർത്തകൾ പരിശോധിച്ച് നിങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന കുറ്റപ്പെടുത്തൽ നിങ്ങൾ കൊടുക്കണമെന്നില്ല, അത് നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഈ പറഞ്ഞിട്ടുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അത് നിങ്ങൾ ആ രൂപത്തിൽ കൊടുത്തിട്ടാണ്. നിങ്ങൾ പുനർചിന്തനം നടത്തണം, നിങ്ങൾ ഈ കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ കൊടുക്കേണ്ട. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നതാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്
എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. ആലപ്പുഴയിലെ 15-16 ഏരിയ കമ്മിറ്റി കായംകുളത്തുനിന്ന് മാത്രമല്ല ഇത്രമാത്രം വിരുദ്ധ വാർത്തകൾ വരുന്നതിന്റെ കാര്യമാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇത്രമാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് കായംകുളത്തുനിന്ന് ഉണ്ടാകുന്നു? അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ആരാ ഇങ്ങനെയൊക്കെ തരുന്നത്? ആ തരുന്ന വല്ല അടിസ്ഥാനവും ആ തരുന്നതിനൊന്നും അടിസ്ഥാനമില്ലെന്നുള്ളതാണ് ഏരിയ സമ്മേളനം തെളിയിച്ചത്. നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്. അതിനു മുമ്പ് നടന്ന ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം വന്നിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കും. അതിന് വല്ല അടിസ്ഥാനവും ഈ ഏരിയ സമ്മേളനത്തിനുണ്ടാകും. അപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാനതാ പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഈ വാർത്തകൾക്ക് വല്ല അടിസ്ഥാനമുണ്ടോ? നിങ്ങളെ ഇങ്ങനെ സ്വാധീനിച്ച് വാർത്തകൾ നൽകുന്ന രീതി വരുത്തുന്നത് നിങ്ങൾക്ക് നല്ലതല്ല, മാധ്യമത്തിന് നല്ലതല്ല, അത് നൽകുന്ന ലേഖകനും നല്ലതല്ല. ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം പറയുക. അത് ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ തമ്മിലുള്ള സംഭാഷണമായിട്ട് എടുത്താൽ മതി, നിങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം പറയുക, ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ആലപ്പുഴ ജില്ലയിൽ നടന്ന 15 ഏരിയ സമ്മേളനങ്ങളിൽ എല്ലാ സമ്മേളനങ്ങളും നന്നായി. അതിൽ യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി നടന്ന സമ്മേളനങ്ങളിൽ ഒന്നാണ് കായംകുളം ഏരിയ സമ്മേളനം. ഏറ്റവും നന്നായി, വളരെ അഭിമാനപൂർവ്വം പറയുകയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പാർട്ടി മൊത്തത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നൽകിയ വാർത്തകൾ, ആ വാർത്തകൾ നൽകിയ മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾ വാർത്തകൾ നൽകിയതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാം? അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയോ? കേരളം മുഴുവൻ ഉത്കണ്ഠയോടുകൂടിയിരുന്നു കായംകുളത്തെ സമ്മേളനം, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ. കാര്യം അവിടെയെല്ലാം മുമ്പിൽ നിങ്ങളെല്ലാം കൊടുക്കുന്ന വാർത്തകളാണ് കണ്ടത്. അവസാനം എന്താ, ഒന്നുമില്ലാതെ നടന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അന്തം വിട്ടുപോയി. ഇതാണോ? അപ്പം അങ്ങനത്തെ ഗുണമുണ്ടായി അതിനകത്ത്. ഇവിടെ ഈ പ്രചരിപ്പിച്ചതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് കേരളത്തിലെ പാർട്ടിക്കാകെ തിരിച്ചറിയാനുള്ള അവസരം ലഭിച്ചു. അതാണ് നിങ്ങൾ അതിനകത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചൂടെ മാറ്റട്ടെ. ഭവനോത്സവം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളോട് വന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പം ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം നടത്തുന്ന പോലും എൻ്റെ പാർട്ടി എന്നോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാമെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു കാര്യത്തിൽ എൻ്റെ പാർട്ടിയെ ആരും വലിച്ചിഴക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവരോടെല്ലാവരും ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റു പൊതുസമൂഹത്തോടും ഞാൻ പറയും, ഇത് വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിച്ചതാണ്, കറക്റ്റായിട്ടും ടാർഗറ്റ് ചെയ്ത് എന്നെ ആക്രമിച്ച ഒരു മാധ്യമ വാർത്തയായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ പാർട്ടിയെ കൂടി നിങ്ങൾ വലിച്ചിടരുത് എന്ന് പറയുക. എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ച് അവരെല്ലാവരും അപ്പോൾ തന്നെ എന്നെ വളരെ വിഷമത്തോടെ അവരെല്ലാവരും എന്നെ വിളിക്കുകയും നമുക്ക് പത്രക്കാരെ കാണുന്ന കാര്യം പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിനും എനിക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയും ആയിരുന്നില്ല ആ സമയത്ത്. എനിക്ക് പറയാനുള്ള ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ വാർത്തയിലെ അല്ലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ 1-2 വാക്കുകൾ എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ 2 പ്രധാനപ്പെട്ട കേരളത്തിലെ 2 ചാനലുകൾ, ഞാൻ തീർച്ചയായും ഞാൻ പറയാം, എനിക്കൊരു മടിയില്ല, 2 ചാനലുകൾക്കും വ്യക്തമായ ചില അജണ്ടയുള്ള മാധ്യമങ്ങളാണ്. അതിൽ നിങ്ങളിപ്പോൾ ഈ പത്രപ്രവർത്തനം ഇനി ഒരു മറ്റേ സമ്മേളനം ഒരു വിവാദമാക്കരുത്. അതിലൊന്ന് ജനം TV-യും ഒന്ന് മീഡിയ 1-ഉം ആയിരുന്നു. അത് വന്നൊരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഈ 2 ചാനലുകളും എക്സൈസ് ഓഫീസിലേക്ക് അടക്കം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഞാനൊരു പൊളിറ്റീഷ്യനായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബാബുജാൻ ക്ലിയറായിട്ട് പറഞ്ഞു, പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം, അതിൻ്റെ എല്ലാ നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഭാഗമാണ് എൻ്റെ മകൻ അടങ്ങുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിച്ച് അവനെ കൊണ്ടുവരേണ്ട ചുമതല എനിക്കാണ് എന്ന ബോധ്യമുള്ളപ്പോൾ തന്നെ
അവൻ ചെയ്യാത്തൊരു കാര്യം വലിയ ഹൈലൈറ്റ് ആയി. ഇതിൻ്റെ എല്ലാ വാർത്തകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും അടുത്തിരുന്ന അഡ്വക്കേറ്റ് ഷെയ്ഖിനെ കാണിക്കുമായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചത്. ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം. അതാണ് ഒരുപക്ഷെ അമ്മ എന്ന നിലയിൽ എന്നെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ്. ഒരിക്കലും ആ മാധ്യമം പറഞ്ഞ വാർത്ത ശരിയല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് ശരിയല്ല. ഇനി കഴിഞ്ഞ ദിവസം കേരളത്തിൽ മദ്യലഹരിയിലോ കഞ്ചാവ് ലഹരിയിലോ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ഇപ്പം മാധ്യമങ്ങളിൽ വന്ന വാർത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരാളെ കൊന്നു എന്ന് വാർത്ത വന്നപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ, കൊടുത്തത് കറക്റ്റായിരിക്കും. പക്ഷേ ആ കുട്ടികളുടെ പോലും പടം കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ. ഈ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പോലും ചിത്രം മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കണമെന്ന് ഞാൻ പറയല്ല, നിങ്ങളുടെ വാർത്തയുടെ സ്വകാര്യത. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ, മകൻ്റെ ചിത്രങ്ങൾ സഹിതം കൊടുത്ത വാർത്ത നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. അവർ പറയുന്ന അറയ്ക്കുന്ന ഭാഷയിലാണ് പലരും. നല്ലവർ മാത്രമല്ല, നല്ല ഭാഷ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, നല്ല ഭാഷ ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്, ഓൺലൈൻ ചാനലും എല്ലാം ഉണ്ട്. എല്ലാത്തിലും ഉണ്ട് രണ്ടും. പക്ഷേ ഇപ്പോഴത്തെ ഓൺലൈൻ ചാനൽ നിങ്ങൾക്കറിയാം, മൊബൈലുള്ള ആളോഹരി എല്ലാവരും പത്രക്കാരാവുന്ന കാലത്ത് നിങ്ങൾ കൊടുക്കുന്നൊരു വാർത്തയെ പിൻപറ്റി ദിവസങ്ങളോളമുള്ള വേട്ടയാടലുകൾ വരികയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് കണ്ടിട്ടാണ് വീണ്ടും എൻ്റെ പ്രസ്ഥാനം എന്നോട് പറയുകയാണ് നമുക്കത് ക്ലിയർ ചെയ്യണം എന്ന് പറയണം. ഒപ്പം കായംകുളം പട്ടണത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വീകാര്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ മാധ്യമ പ്രൊപ്പഗൻഡ നടന്നൊരു കാലമാണ് 2021 തെരഞ്ഞെടുപ്പ്, അസംബ്ലി ഇലക്ഷൻ. മാധ്യമങ്ങൾ തന്നെയാണ് ക്യാമ്പയിനിൽ രംഗത്ത് വന്നത്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഇപ്പം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷേ ആ കാലത്ത് പോലും ഇത്രയും പ്രൊപ്പഗൻഡ വന്നിട്ട് പോലും ഞങ്ങളുടെ പട്ടണത്തിൽ ജാതിപരമായോ മതപരമായോ കായംകുളം പട്ടണത്തിലൊരു വേർതിരിവ് ഇന്ന് വരെ CPM ഇവിടുത്തെ പട്ടണത്തിൽ ഓരോ വിഭാഗം വ്യാപാരികളുമായിട്ട് ബന്ധമുണ്ട്, ഓരോ ലീഡേഴ്സിനും ബന്ധമുണ്ട്. അത് ആരും മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇപ്പോഴൊരു ക്യാമ്പയിൻ, ഞാൻ എന്തോ ഒരു മതം പറഞ്ഞു എന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നില്ലല്ലോ. ചിലരുടെ എന്തെങ്കിലും നിലപാടാണോ അതിൻ്റെ അകത്ത്? ജനം TVയുടെയും മീഡിയ വൺ ചാനലിൻ്റെ എന്നുള്ള, ഞാൻ മീഡിയ വണ്ണിൻ്റെ മാത്രമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് ചാനലിനും അതിൻ്റേതായ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിനറിയാം. ആ ചാനലുകൾ അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ നമ്മുടെ കായംകുളത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിരെയാണെന്ന് പറഞ്ഞ് ചില ലേഖാ പ്രവർത്തനങ്ങളും അണ്ടർഗ്രൗണ്ടിലൂടെ ചില പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. ശരിയല്ല. ഇവിടെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമാധാനത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾക്കറിയാം അല്ലേ, ഇപ്പോഴും ബീഫ് കഴിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങൾ ഉണ്ട്, എടുക്കാൻ പറ്റാത്തവരുണ്ട്. കാരണം കേരളം അങ്ങനെയല്ല. കേരളം അങ്ങനെ ആവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഫൈറ്റ് തന്നെയാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ ഫൈറ്റ് തന്നെയാണ്. എന്ത് കാര്യം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുമ്പോഴും അതിൽ ആദ്യം ഫൈറ്റ് ചെയ്യുന്നത്, തെറ്റായ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി MLA ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഫൈറ്റും ഓരോ കാലത്ത് നടത്തിയതും ഇപ്പോഴും ക്യാമ്പയിൻ നടത്തുന്നവരാണ്. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ജാതിയില്ല പറഞ്ഞ് വിളംബരം നടത്തിയതിൻ്റെ വാർഷികം, ദൈവദശകം എല്ലായിടത്തും കുട്ടികൾക്ക് ദൈവദശകം വായിക്കാൻ കൊടുക്കുന്നു, പഠിക്കാൻ കൊടുക്കുന്നു. ഇത്തരത്തിൽ എല്ലാ മതങ്ങളുടെയും നന്മകൾ പ്രചരിപ്പിക്കുന്നവരാണ്. അതാണ് സെക്യുലറിസം. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, അത് നമ്മുടെ പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ നയമാണ്. അപ്പോൾ അവിടെയാണ് കേവലമായ ചിലർക്കതൊരു വോട്ട് രാഷ്ട്രീയം മാത്രമായിരിക്കും. നിങ്ങളെല്ലാം മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷന് വേണ്ടി ഒരു മതരാഷ്ട്രീയം ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പം ഈ ഇലക്ഷന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നടത്തും. അത് സന്ദർഭവശാൽ പറഞ്ഞ ഹൈവേ സമരം അടക്കം കായംകുളത്ത് നിങ്ങൾക്കറിയാമല്ലോ, അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേ ഉണ്ട്. ഇതുപോലെ എത്ര വിഷയങ്ങളുണ്ട് പലയിടത്തും. ഇതുപോലെ ഹൈവേ സമരത്തിൽ വേട്ടയാടപ്പെട്ട ജനപ്രതിനിധികളുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അവിടെ എന്തൊക്കെയായിരുന്നു ചർച്ച? നിങ്ങളതിന് പരിശോധിച്ചാൽ മതി. അരൂർ മുതൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, അമ്പലപ്പുഴയിൽ സമരം നടക്കുന്നു അണ്ടർ പാസേജിനെ സംബന്ധിച്ച്. അത് പണിത് വരുമ്പോഴാണ് പലയിടത്തും അറിയുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ഇതില്ല എന്ന്. ഇതെല്ലാവർക്കും അറിയുന്നില്ലേ, 2016 ദേശീയപാതയുടെ അലൈൻമെൻറ്റ് ഫൈനലായതാണ്. 2015 വരെ കേരളത്തിൽ UDF ഗവൺമെൻറ് ആയിരുന്നു. 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് അലൈൻമെൻറ്റ് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, 14 കാലങ്ങളായിട്ടുള്ള വർക്കിൻ്റെ അവസാനത്തിലാണ് അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന മാറ്റം. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന എന്തിനാ? അണ്ടർ പാസേജ് വിഷയത്തിൽ ഞങ്ങൾ വെട്ടിമുറിച്ചെന്ന് പറഞ്ഞ് എത്ര ബോർഡ് ഈ പട്ടണത്തിൽ വെച്ചേ? എന്തിയാ ബോർഡൊക്കെ?
ഇപ്പം ഞാൻ പറയുന്നത് ബോധപൂർവമായിട്ട് MLA-യും അന്നിരുന്ന MP-യെയും നമ്മുടെ പ്രസ്ഥാനത്തെയും ആക്രമിച്ചു. അതിലൂടെ ആർക്കെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ചാൽ ആർക്കാണ് അതിൻ്റെ നേട്ടം ഉണ്ടായതെന്നൊക്കെ വരും, ഇങ്ങനെ ഈ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിലൂടെ. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, അതിനെ തുടർന്നും ഇത് തന്നെയാണ് ക്യാമ്പയിൻ വരുന്നത്. ഇവിടെ ഏതെങ്കിലും എല്ലാവർക്കും വേണ്ടി, എല്ലാ വിഭാഗത്തിനും വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഞങ്ങളാരും പരസ്പരം പോലും ആരേത് വിഭാഗം ഏത് മതമൊന്നും ചിന്തിക്കാറില്ല. കാലാകാലങ്ങളായി അങ്ങനെയാണ്. കായംകുളം പട്ടണത്തിൻ്റെ ഉള്ളൊരു വലിയ അല്ലേ ഒരു സെക്യുലർ മൈൻഡാണ് കായംകുളം പട്ടണത്തിന്. ഇന്ന് വരെ അത് തകരാതെ ഏറ്റവും നന്നായി സംരക്ഷിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഒരു വിഭാഗത്തിനിടയിലേക്ക് തെറ്റായ പ്രചരണം കൊടുക്കാൻ കൂടി ചിലർ നടത്തുന്ന നീചമായ ശ്രമമുണ്ട്. അതും പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏരിയ കമ്മിറ്റിയിലടക്കം ഈ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം തെറ്റിദ്ധാരണകൾ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് മതസ്പർദ്ധയടക്കം കേവലം ഒരു വിഷയത്തെ തുടങ്ങിയതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു, എൻ്റെ മോനെതിരെ വന്ന വാർത്തകൾ വ്യാജമാണ്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പത്രക്കാരെ കാണും, കുറച്ചുകൂടി സമയം വേണം, ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണും. കാരണം എനിക്ക് അതിൻ്റെ നിയമവഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തോടും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വഴിയെ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. പക്ഷേ ഒരു പറ്റം ചെറുപ്പക്കാർക്ക് വന്ന ഒരു തെറ്റ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ശരിയെന്ന് ന്യായീകരിക്കുന്നൊന്നുമില്ല. കാരണം അതിൻ്റെ കൃത്യമായ വശങ്ങൾ ഞാനിപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങളുണ്ട്. ഈ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന മാധ്യമങ്ങളുടെ ഒരു അമിതമായ സമ്മർദ്ദം. രാത്രി 12 മണിക്ക് FIR ഇടുന്നത്, ഉച്ചയ്ക്ക് 1:30ക്കാണ് ഒക്കറൻസ് എന്ന് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള കേസുകളിൽ സ്പോട്ടാണ് എല്ലാം ചെയ്യുന്നത്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ FIR എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സാധനം വരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദം, എന്നോട് പറഞ്ഞ സമ്മർദ്ദം സഹിക്കുവാതെ റിസീവർ എടുത്ത് മാറ്റി വെച്ചെന്ന് പോലും പറഞ്ഞു. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, തുടർച്ചയായി വിളിച്ച ചാനൽസ് ഉണ്ട്, തുടർച്ചയായി. കാരണം ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ ഞാൻ പറഞ്ഞിപ്പം എല്ലായിടത്തും അപമാനിക്കുവാണല്ലോ, ഏത് ചിത്രം വെച്ചും അപമാനിക്കുവാണല്ലോ. ഇതിനേക്കാൾ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലെ ഒട്ടേറെ വേട്ടയാടപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്തൊന്നും ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട് മാധ്യമങ്ങൾ. എന്ത് നേടുന്നു? ആ സമയത്ത് നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ആയിരിക്കും, പക്ഷേ അത് ലൈഫ് ലോങ് ചിലരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഡാമേജ് നിങ്ങളാരും ഓർത്തില്ല എന്നുള്ളത്. പിന്നെ ഞാൻ അതിനെ വലിച്ചു വാരി ഇടാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഒരിക്കലും ഈ പൊതുസമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്ന് അഭിപ്രായം പറയുകയോ രാഷ്ട്രീയത്തെപ്പറ്റി പറയുകയോ ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാണ് എൻ്റെ മകൻ. അപ്പോൾ അതിൽ എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം നടന്നത്. ഇപ്പോഴും ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് കാണുമ്പോൾ എൻ്റെ കണ്ണ് തള്ളുവാണ്. 90 ഗ്രാം കഞ്ചാവുമായി പ്രതിഭ MLA-യുടെ മകൻ പിടിയിലെന്നാണ് വാർത്ത. ആ 9 പേരടങ്ങുന്ന സംഘത്തിൻ്റെയിൽ പോലും അതിൻ്റെ വരുമാന ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഞാനത് പറഞ്ഞ് ഇനി അതൊരു വിവാദമാകണ്ട, ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എക്സൈസിൻ്റെ നിലപാടിനൊന്നും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എക്സൈസ് ചെയ്ത ഡ്യൂട്ടി ഒന്നും ഇപ്പോൾ ചോദ്യം ചെയ്യാനോ പറയാനോ ഒന്നും ഞങ്ങൾ ആൾക്കാരല്ല. അതൊക്കെ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോട്ടെ. പക്ഷേ ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നുള്ളതാണ് അന്നും ഇന്നും നിൽക്കുന്നത്. അതിൻ്റെ പിന്നീട് അതിനെ വർഗീയമായിട്ടും മറ്റു ഇതിലും വന്ന് എൻ്റെ പാർട്ടിയെ കൂടി ആക്രമിക്കുന്ന തരത്തിലേക്ക് വന്നു. പാർട്ടി ഇതിലെന്ത് തെറ്റ് ചെയ്തു? MLA നിലയിൽ ഞാനെന്ത് തെറ്റ് ചെയ്തു? ആ രൂപത്തിലാണ് ഇത് വരുന്നത്. MLA ആ ഒരു പോസ്റ്റാണ് അവിടെ ദുരുപയോഗം ചെയ്തെന്നുള്ളതാണ്. ബാക്കി വന്ന 9 പേരും ആരാണ് എന്താണ് ആർക്കും അറിയണ്ട. തെറ്റ് ചെയ്യുവാണെങ്കിൽ പൊതുസമൂഹത്തിൽ എല്ലാവരും ഒരേപോലെയാണ് അല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ശിക്ഷിക്കപ്പെടേണ്ടതല്ല. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത്. തെറ്റെന്താണെന്ന് പോലും അറിയാതെയാണ് ഇത്രയും വാർത്തകൾ വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി പറയാനുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി അത് പറയും. ഇന്ന് അതിന് പറ്റിയൊരു സമയമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയിലെ പത്രക്കാരെ കാണുന്നുണ്ട്. കാരണം ഇത് മീഡിയ തന്നെയാണല്ലോ എനിക്ക് കാണേണ്ടത്. അപ്പം ഇതിൻ്റെ പേരിൽ നമ്മുടെ പട്ടണത്തിൽ ഒരു സ്പർദ്ധയുണ്ടാക്കാനോ എൻ്റെ പ്രസ്ഥാനത്തെ ആക്രമിക്കാനോ നിൽക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. ഒമ്പതാം പ്രതിയായിട്ടാണ് ഇപ്പം അതിൻ്റെ പേരിൽ കേസ് നൽകിയത്. അതുകൊണ്ട് ഈ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെയും കമ്മീഷണർക്കെതിരെയും ഈ നടപടി സ്വീകരിക്കും. കള്ളമാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചത് അല്ല, ഞാൻ അതിനെപ്പറ്റി കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. നിയമ നടപടിക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അതിനെനിക്ക് സമയം, ഞാൻ നിങ്ങളെ കാണും. പ്രതിയായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു വാഹനത്തിൽ പോയി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും നമ്മൾ കേസാണല്ലോ. ഒരു വാഹനത്തിൽ പോയി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും നിയമപരമായിട്ട് കേസാണല്ലോ.
അത്തരത്തിലുള്ള ധാരാളം പെറ്റി കേസുകളുണ്ട്. ഇപ്പം ഞങ്ങൾ 10 പേരിരിക്കുന്നു. ചിലപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ അല്ല ഞാൻ അതിലേക്ക് ഞാൻ വരുന്നില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞല്ലോ, ആ തരത്തിലുള്ള വിവാദങ്ങൾക്കല്ല നിങ്ങളെ കാണാം. ഞങ്ങൾ 10 പേരിരിക്കുന്നു. ഞാനൊരു തെറ്റ് ചെയ്തെന്നിരിക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ 3 പേർ, ഞങ്ങൾ ഇത്രയും പേര് അസംബിൾ ചെയ്തിരിക്കുന്ന സ്ഥലം ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണെങ്കിൽ ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യും. ചിലപ്പോൾ എല്ലാവരുടെയും പേര് കേസെടുത്തെന്നിരിക്കും. അത് എക്സൈസ് ചെയ്യുന്ന ഒരു നിലപാടിനെ ഞാൻ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി, ഇത് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം വാർത്ത ചെയ്ത് എന്താ, എൻ്റെ മകനെതിരെ നിലപാടെടുത്ത ഏതോ ഒരു ഡെപ്യൂട്ടി എക്സൈസ് ഓഫീസറെ ഞങ്ങൾ ഇടപെട്ട് മാറ്റിയെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. TV കാണുമ്പോൾ നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഇത് അന്വേഷിച്ചത്. അപ്പോൾ കണക്ട് ചെയ്ത് വാർത്തകൾ വന്നു. ഞങ്ങൾ പറഞ്ഞ് ശരിയാണെന്ന് സ്ഥാപിക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ് ശരി ഇല്ല, ചെയ്തിട്ടില്ല ഞാൻ. അല്ല, ഇത് പറയട്ടെ, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. വാർത്തകൾ വന്നത് എൻ്റെ എല്ലാ വാർത്തകളും കിടപ്പുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇടപെട്ടു. രാഷ്ട്രീയ സ്വാധീനത്തിൽ ആലപ്പുഴയിലിരുന്ന ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മാറ്റി. ഇദ്ദേഹം ആരായിരുന്നു, എങ്ങോട്ട് പോയി, ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നിസ്സഹായരായി നിൽക്കുക. അപ്പം ആൾക്കാർ കണ്ടോ, ഉടനെ തന്നെ തെറിച്ചു. നന്മ ചെയ്ത ഉദ്യോഗസ്ഥൻ തെറിച്ചു. എന്ത് തന്നെ അദ്ദേഹം ഇതിനകത്ത് എന്ത് ചെയ്തു? ഇത് കുട്ടനാട് റേഞ്ച് ഓഫീസിലാണ് അവർ ചെയ്തത്. അതിന് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹവും ആയിട്ട് ഇതിനൊരു ബന്ധവുമില്ല. അപ്പോൾ അത് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഇതിൻ്റെ വരുമരാഴികയൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ, 24-ാം തീയതി വന്നൊരു ഓർഡർ 15 എക്സൈസ് ഡെപ്യൂട്ടി ഉദ്യോഗസ്ഥരെ മാറ്റി. നിങ്ങൾക്കെല്ലാം പിന്നെ അത് ബോധ്യപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളിട്ട വാർത്തയോ എത്ര നേരം അത് ബ്രേക്ക് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചൊരു ബ്രേക്കിംഗ്, പക്ഷേ അടിസ്ഥാനമില്ലാത്തൊരു ബ്രേക്കിംഗ് ആണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ ചോദ്യവും. എക്സൈസുകാരൊരു ജോലി ചെയ്തെങ്കിൽ അതിൻ്റെ ശരി തെറ്റുകളെ സമയമെടുക്കും. ഇപ്പം എൻ്റെ മുന്നിൽ എക്സൈസ് അല്ല, എക്സൈസുകാർ എന്ത് തെറ്റിയെന്നാണ് പറഞ്ഞാൽ, ചിലപ്പം 10 പേരിരുന്ന കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ മോനും വന്നിട്ടുണ്ടാകും. പക്ഷേ ചാനൽ ചെയ്ത് എന്താ, കഞ്ചാവുമായി പ്രതിഭയുടെ മകൻ പിടിയിലെന്നല്ലേ ചാനലുകൾ ചെയ്തത്? അതല്ലായിരുന്നു നിങ്ങളുടെ ബ്രേക്കിങ്? 90 ഗ്രാം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വലിയ കേസല്ലേ? അല്ല, അത് ഞങ്ങൾ അത്തരം പ്രതിഷേധങ്ങളെ ഞങ്ങൾ പ്രതികരിക്കാൻ പോലുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവണം. അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രതികരിക്കട്ടെ. അല്ലല്ല, 24 ആ ഓർഡർ ഇറങ്ങിയതല്ല, ആ ഓർഡർ വന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിലും ഉണ്ട് സുഹൃത്തെ, 24 ഓർഡർ. ഞാൻ തരാം, വെയിറ്റ് ഞാനും തരാം, എൻ്റെ കയ്യിലും ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. സുഹൃത്തെ നോക്കൂ. മന്ത്രിയുടെ നല്ല ക്ലാരിഫിക്കേഷൻ വന്നു. എല്ലാവർക്കും പൊതുസമൂഹത്തിന് മൊത്തം ബോധ്യപ്പെടേണ്ടവർക്കെല്ലാം ബോധ്യപ്പെടും. ഇപ്പോഴും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഇടപെട്ട് മാറ്റിയെന്നല്ലേ? പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റല്ല, കറക്റ്റ്. ടാക്സസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് എസ്റ്റാബ്ലിഷ്മെന്റ്, നാഷണൽ പ്രൊമോഷൻ ഓഫ് സർക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഓഫ് മാനേജേഴ്സ്, സൂപ്രണ്ടേഴ്സ്, എക്സൈസ്. അല്ല, ഇത് തന്നെ, ഇതാണ്. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കേൾക്ക് സുഹൃത്തെ. അല്ല, ഞാൻ വായിക്കുന്ന കേൾക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് കേൾക്കൂ. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പ്ലീസ്, അക്ഷമനാവാതെ. നിങ്ങൾ ചെയ്ത് ശരിയാന്ന് കാണിക്കാൻ അക്ഷമനാവാതെ പറയട്ടെ. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ എടുത്ത പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്നല്ലേ നിങ്ങളുടെ തർക്കം? ഞാൻ കാണിക്കാം, വെയിറ്റ് ചെയ്യും. മൊത്തം ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത്. മൊത്തം 24-ാം തീയതിയാണ് ഈ ഓർഡർ വന്നിട്ടുള്ളത്. ആ ഓർഡർ കണ്ട് ഞാനും ഞെട്ടി. 24-ാം തീയതി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ഇവരെല്ലാവരെയും സ്ഥലം മാറ്റാൻ. ഈ സംഭവം നടക്കുന്ന 28-ാം തീയതി. മന്ത്രി തന്നെ വിശദീകരിച്ചതാണ്. എൻ്റെയിലും എനിക്ക് കോപ്പി, ഞാൻ അതുകൊണ്ടാണ് കോപ്പി ഞാൻ എടുപ്പിച്ചത്. ഒറ്റ ഓർഡറിലാണ് മൊത്തം പേരെ ഇറങ്ങിയിട്ടുള്ളത്. ലൈറ്റ് വളരെ കുറവാണ്. എടുത്തുതരാം. അല്ല, ഡേറ്റ് ഓർഡർ ഈ ഓർഡർ ഒറ്റ ഓർഡർ 24/12/2024 ഗവൺമെൻറ് ഓർഡർ വരുന്നത്. അത് താഴേക്ക് ഇവർ എക്സിക്യൂട്ട് ചെയ്ത മാത്രമാണ് 24/12/2024 ജിയോ. അന്ന് ജിയോ ആയതാണ്, ഇഷ്യൂ ചെയ്തതാണ്. ജിയോ നമ്പർ 1163/2224 ഓർഡർ ഇഷ്യൂ ചെയ്തതാണ് 28. ഓർഡർ ആയത് ഗവൺമെൻറ് 24, 30, 24 വ്യക്തമാണ്.
അത് രാജേഷ് മിനിസ്റ്റർ പറഞ്ഞെങ്കിൽ രാജേഷ് മിനിസ്റ്റർ പറഞ്ഞു ഇത്രയും നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. പുള്ളിയൊക്കെ ഞെട്ടോ. പുള്ളി രാജേഷ് മിനിസ്റ്ററും ഞാനും കൂടി ഇത് സംസാരിച്ചെങ്കിലും ഓക്കെ. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള മിനിസ്റ്റേഴ്സ് അല്ലേ, ഞാനിപ്പോൾ സെക്കൻഡ് ടൈം MLA അല്ലേ, എനിക്ക് അവരോടൊക്കെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയാം, MLA ഒക്കെ പോട്ടെ, അത്ര അടുപ്പമുണ്ട്. അല്ല അപ്പോൾ അത് വാർത്തയാവും, നിങ്ങൾ പരിശോധിക്കണ്ടേ? ടെക്നിക്കലി കറക്റ്റ് ആണ്. പക്ഷെ എക്സൈസ് ആണെന്ന ഒരു കേസ് എടുക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം അവർ ആ ഗ്രൂപ്പിനെ അല്ല എടുക്കുന്നത്, ഒരാളെ അവരെടുത്തിട്ട് അങ്ങനെയാണ് അത് ചെയ്യാറുള്ളത്. ഈ കേസിനകത്ത് മാധ്യമങ്ങളുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നില്ല അതത്ര തെറ്റെന്ന രീതിയിൽ ചോദ്യം കൊടുത്തത്. പക്ഷെ ചില ചാനലുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ കൊടുക്കാത്ത ചാനലുകൾ, അതായത് വസ്തുപരമായിട്ട് കൊടുത്ത ചാനലുകൾ, അപ്പൊ എല്ലാവരും അടച്ചാക്ഷേപിക്കേണ്ട അതൊന്നും തോന്നുന്നു നല്ലതായി. എല്ലാവരും അടച്ചാക്ഷേപിച്ചിട്ടില്ലല്ലോ, എല്ലാവരും അടച്ചാക്ഷേപിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയാൽ എക്സൈസുകാരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ പേടിച്ച് പ്രത്യേകിച്ച് ഭരണകക്ഷി MLA കൂടി ഒരു പേര് വരുന്ന ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം യുക്തിപരമാണ്? നിങ്ങൾ പറഞ്ഞ ആളുടെ പേര് ജയരാജൻ എന്നല്ലേ? അതെ, ഈ ഓർഡറിലുണ്ട്. മാഡം പറയുന്നത് ടെക്നിക്കലി ശരിയാണ്, അത് ഗവൺമെന്റ് ഓർഡർ അല്ല, ഗവൺമെന്റ് ഗസറ്റ് ഓർഡർ. ഗസറ്റിലായി കഴിഞ്ഞല്ലേ ഇത്, അതെന്ത് ന്യായമാണ്? അത് ഗവൺമെന്റ് തീരുമാനിച്ചു മാറ്റാൻ 24-ാം തീയതി കേസ് നടക്കുന്നത്. ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനമാ. ഈ ഡേറ്റ് ആണ്, ഈ ഡേറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തോളൂ. അല്ല, അത് ആ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ മന്ത്രി തന്നെ പറഞ്ഞു അത് ഭയങ്കര ഫേക്ക് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ പിന്നെയും നിങ്ങൾ സ്റ്റിക്കോൺ. അപ്പം ഞങ്ങൾ പറഞ്ഞല്ല ശരിയെന്ന് വാദിക്കാൻ വേണ്ടി ഈ തരത്തിൽ അത് വളരെ മോശപ്പെട്ട സമീപനം. എൻ്റെ കേസിലൊന്നല്ല, ആരുടെ കേസിലും മോശപ്പെട്ട സമീപനമാണ്. അല്ല, എനിക്ക് നിങ്ങളോട് പറയാനല്ലേ, ഇത് എൻ്റെ പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഇതിലും പറയാനുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാൽ ഭരണകക്ഷി MLA-ക്കെതിരായി അല്ലെങ്കിൽ അവരെ കൂടി മോശമാക്കുന്ന രീതിയിലുള്ള കേസ് ഉദ്യോഗസ്ഥരെടുക്കുമോ? മോശമാക്കുന്ന രീതിയിലുള്ളൊരു കേസ് അല്ലല്ലോ, നിങ്ങൾ എഴുതിയതാ മോശമാക്കുന്ന കേസ്. സ്മോക്ക് ചെയ്തു അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്നു സ്മോക്ക് ചെയ്തു എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്ന മോശമായ ഒരു കേസാണോ? ഈ കാലത്ത് കുട്ടികൾ ചിലപ്പോൾ സ്മോക്ക് ചെയ്യത്തില്ലേ? അപ്പോൾ എൻ്റെ മുന്നേ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തിരുത്തണം. പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താ, കഞ്ചാവുമായി കുട്ടി പിടിയിലായെന്നാ. നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ആ കേസ് ഇല്ല, അങ്ങനെ ഒരു കേസ് ഇല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് എക്സൈസ് അങ്ങനെ ഇട്ടിട്ടില്ല. കാരണം എന്താ, ആ സമ്മർദ്ദത്തിനൊന്നും എക്സൈസ് വീഴത്തില്ല, നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, അവർ വീഴത്തില്ല. 10 പേരിരിക്കുന്ന സമയത്ത് ഇനി എൻ്റെ കുട്ടീനെ എങ്ങനെ ഈ 10 പേരുടെ കൂട്ടത്തിൽ ഇവൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ദാ MLA സമ്മർദ്ദം ചെയ്തു, അപ്പോഴവൻ്റെ കയ്യിലായിരിക്കും ചിലപ്പോൾ 1 കിലോ കഞ്ചാവെന്നായിരിക്കും വരാൻ പോകുന്നത്. ഇതിലൊന്നും എക്സൈസിനെ സ്വാധീനിക്കാനോ, ഞാൻ സ്വാധീനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, വേണമെങ്കിൽ സ്വാധീനിക്കാൻ പറ്റുന്ന കേസല്ലേ. എന്തിനാണ് സ്വാധീനിക്കുന്നേ? എൻ്റെ കുട്ടിയല്ല മറ്റൊരു കുട്ടിയാണെങ്കിൽ പോലും സ്വാധീനിക്കാൻ പാടില്ല. നിങ്ങൾ കായംകുളം പോലീസ് സ്റ്റേഷനിലടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയുള്ള ഒരു കേസിലും ഇന്നുവരെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് MLA മാത്രമാണ്. കാരണം പാർട്ടി നേതാക്കന്മാർക്ക് ചിലപ്പം ഇടപെടേണ്ടി വരും, വരാറുണ്ട്. ഞാൻ എൻ്റെ പാർട്ടിയായിട്ട് ആലോചിച്ച് അത്രയും കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. സ്മോക്ക് ചെയ്തു എന്നുള്ളത് അതായത് കുറഞ്ഞത് 6 മാസം ശിക്ഷയും 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് പരമാവധി ശിക്ഷ. അല്ല അല്ല അല്ല, അതല്ല ശിക്ഷ, അതല്ല ശിക്ഷ. നിങ്ങൾ നിയമം അറിയാവുന്നവരോട് കൺസൾട്ട് ചെയ്തു. അത് ജസ്റ്റ് ഒരു പെറ്റി കേസാണ്. ആ പെറ്റി കേസ് അവർക്ക് ഫീസ് അടച്ച് ഫൈൻ അടച്ച് മാറ്റാവുന്നതാണ്, പെറ്റി കേസാണ്. അപ്പോൾ അതിന് ഒഴിവാക്കാൻ പോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താ, അതൊരു സ്വാധീനമാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, നിങ്ങളിട്ട മാധ്യമ എല്ലാ ചാനലും കൊടുത്തു, എല്ലാ ചാനലും കൊടുത്ത ബ്രേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് 24 ആണ്. അതുകൊണ്ടാണ് 24-നെ പറഞ്ഞത്. 24/7 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാർത്ത. ഞാൻ പറഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഫോട്ടോയാണ് കൊടുത്തത്, വിത്ത് ഫോട്ടോഗ്രാഫ്. അപ്പോൾ അവൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ പറയുക, എക്സൈസിനോട് പറയുകയാണ്, ഇവിടെ സ്കൂളിൽ 10 കുട്ടികളെ സംശയാസ്പദമായ ഒരു മായ മണപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോകുമോ, പെറ്റി കേസ് എടുക്കുമോ? അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലേക്ക് വരും. അപ്പം ഞാൻ എൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക കൃത്യത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. അതെൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന, അല്ലാതെ ചെയ്യാൻ പാടില്ല. ആസ് എ സോഷ്യൽ വർക്കർ, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ വർക്കർ എന്ന തരത്തിൽ ഞാനത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ എക്സൈസിന് ഇവിടെ കക്ഷിയല്ല. പക്ഷേ ആ എക്സൈസിന് സ്ഥലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതും ബ്രേക്കിംഗ് ആയിരുന്നു. പിന്നെ FIR എന്ന് പറഞ്ഞ് കാണിച്ചത് കഞ്ചാവുമായി പിടിയിലായെന്ന് FIR വന്നെന്നാണ് അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അതാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാർത്തയുണ്ടല്ലോ,
ആ വാർത്തകളെല്ലാം തെളിവ് സഹിതം കിടക്കുമല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ തമ്മിൽ കാണേണ്ടതാണ്. അതെൻ്റെ പാർട്ടി അതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാധ്യമങ്ങളെ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് സമയബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് എൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. ഫേസ്ബുക്ക് ലൈവിലെ ചില വാക്കുകൾ എടുത്ത് ജാതീയമായി ആ ഒരു കാര്യത്തിൽ MLA മീഡിയ കാര്യം പറഞ്ഞു. പക്ഷേ ജനം TV വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അത് സാങ്കേതികമായി ശരിയല്ലോ. ഞങ്ങൾ ആ ഒരു പേര് MLA പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തു. ജനം TV അങ്ങനെ ഒരു വാർത്ത ഞാനിപ്പോൾ വെബിലും അന്വേഷിച്ചു. വെബിലും കൊടുത്തിട്ടില്ല, ചാനലിനും കൊടുത്തിട്ടില്ല. അതായത് ഈ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വാർത്ത കൊടുത്തിട്ടില്ല. നിങ്ങൾ ജാതീയമായി അധിക്ഷേപിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അല്ല, നിങ്ങൾ കേൾക്കുന്ന 2 മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുള്ള മാധ്യമങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, മീഡിയ വൺ എന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ 2 ജാതീയമായി അധിക്ഷേപിച്ചിട്ടൊന്നും ജനം TV എന്നെ ജാതീയമായി ആക്ഷേപിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ 2 പേരും വ്യക്തമായ അജണ്ടയോടുകൂടി ഈ വാർത്ത ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ജനം TV എന്നെ ആക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കറക്റ്റ് ചെയ്യണം. ജനം TV എന്നെ ആക്ഷേപിച്ചില്ല, അല്ല മോൻ്റെ വാർത്തയിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ഇനി അതെല്ലാം കറക്കിയിട്ട് ജനം TV എന്നെ ആക്ഷേപിച്ചിട്ടില്ല എന്ന ക്യാപ്ഷൻ വരരുത്. മീഡിയ വണ്ണും ജനം TVക്കും വ്യക്തമായ ചില അജണ്ടാസ് ഉണ്ട് എന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അതാണ് എൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം തന്നെ. ഇവരെല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ആദ്യം തന്നെ എൻ്റെ വ്യക്തമായി ലൈവിൽ പറഞ്ഞു. അത്രയും ലൈവിലൊക്കെ വരുമ്പോൾ പറയുന്നു പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി മൊത്തം കഞ്ചാവാ. കഴിഞ്ഞ ദിവസം അവിടെ കണ്ട് കരിങ്ങാലി വെള്ളം കുടിച്ച പാടും. ഇതെല്ലാം വൃത്തികെട്ട രൂപത്തിലുള്ള ചില വേർഷൻസിലേക്ക് വന്നപ്പോൾ അന്നേരം തന്നെ ഞാൻ പറയാം, എൻ്റെ പാർട്ടിയെ നിങ്ങളിതിൽ വലിച്ചിടരുത്. ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു? അല്ലെ എൻ്റെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി എന്ത് തെറ്റ് ചെയ്തു? അല്ലെ എൻ്റെ പാവപ്പെട്ട ബ്രാഞ്ചിലെ സഹാക്കൾ എന്ത് തെറ്റ് ചെയ്തു? ആരും ചെയ്തിട്ടില്ലല്ലോ അതിൽ. പക്ഷേ നിരന്തരമായിട്ട് ഈ വേട്ടയാടൽ വരുമ്പോൾ അവർ തന്നെ എന്നോട് പറയുകയാണ്, MLA നമുക്ക് പത്രസമ്മേളനം നടത്തണം. ഞാനാണ് ഇവരെ എല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഈ തരത്തിൽ കൂടി പാർട്ടിയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുകയാണ്. ജാതീയമായിട്ടുകൂടി MLA പറയുമ്പോൾ, MLA എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ MLA അല്ലേ? ബിപിൻ സി ബാബു എന്നെ ക്ഷണിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളിലൂടെ അല്ലേ? ബിപിൻ സി ബാബു ഫേസ്ബുക്കിലൂടെ എഴുന്നൊക്കെ എനിക്കിപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിപിൻ സി ബാബു ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ആളാണ്. അതിനുശേഷം ബിപിൻ സി ഏതോ പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ബിപിൻ സിക്ക് എന്തും പറയാം. കാരണം ആ പാർട്ടിയിൽ എന്തും പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിന് പുര വെട്ടുമ്പം നമ്മുടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്. അതിൽ വാഴ വെട്ടുന്നു, വാഴയുടെ കൊലയെടുക്കുന്നു, കൂമ്പെടുക്കുന്നു, എല്ലാം എടുക്കുന്നുണ്ട്. ഒരാൾ പുര കത്തിച്ച് അവിടെ നിൽക്കുമെന്ന് അയാൾക്ക് തോന്നുന്നു. ആ സമയത്ത് ഈ ഓരോ ഇൻസിഡന്റ് പാർട്ടിയുടെ നടന്നിരിക്കുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ സംഭവിക്കുമ്പോൾ കായംകുളത്ത് ഒരു 10-30 പേര് 40 പേര് മാറിക്കൊണ്ടിരിക്കും. അതിന്റെ അസംഭവം പാർട്ടി ഇന്നലെ BJPയിലോട്ട് മാറിയത് 218 പേരാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ആൻസർ അതിപ്പോ MLA മറുപടി പറഞ്ഞ കാര്യമല്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പായി പറയാം. ഒരാൾ പോയിട്ടുണ്ട്. അത് 10 പേര് ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന അതെ വേറെ ഒരാള് അല്ല മുമ്പ് ചുമതലയിരുന്ന ഏത് ഞാൻ പറയട്ടെ കേട്ടോ, ഞാൻ പറയട്ടെ ആധികാരികമായി പറയാണ്. അതിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ 5 പേർ പോയെന്നാണ് ഇന്നലെ ശുദ്ധമായ അസംബന്ധമാണ്. അവിടെ ഒരാൾ ഇതിനു മുൻപ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ ഇരുന്നതോ പ്രധാന പ്രവർത്തകരായിരുന്ന ഒരാൾ പോലും ഇല്ല. ആ ഫോട്ടോ മുഴുവൻ അനുഭാവി പോലും ഇല്ല. നമുക്ക് സംവേദിക്കാം, ഒരു സംശയം വേണ്ട, നമുക്ക് സംവേദിക്കാം എന്ന് പറഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അത് 200 പത്രം ഇവർ വരെ 54 എഴുതിയേ. ഒരാളുടെ കാര്യം കറക്കാണ്. ഈ ഒരാളെ മാറ്റം തിരിച്ചു കാണിക്കുന്നു. ചേട്ടന് പുള്ളിയെ ഫ്രീ ആയിട്ട് തന്നു. ഒരാളേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ അടക്കം
പി വി അൻവർ പോയി CPM പി വി അൻവർ പോയി. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ 2-3 MLA-മാർക്ക് വരും, ചിലപ്പോൾ മലബാറിൽ നിന്ന് ഞങ്ങൾ സഹപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതികാരിയാണോ എന്നുള്ളത്? ഒരിക്കലും അല്ല, അങ്ങനെ ഒരു ആശങ്കയെ വേണ്ട. അങ്ങനെ ഒരു ചോദ്യം തന്നെ പ്രസക്തമല്ല. അതുപോലെ തന്നെ മാഡം, ഈ നമ്മുടെ റിപ്പോർട്ടിനെതിരെ ജാതീയമായി വർഗീയമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? യഥാർത്ഥത്തിൽ ഒന്നും പറഞ്ഞില്ല, ആവശ്യമില്ലാത്തൊരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങളത് വീണ്ടും അത് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലല്ലേ, അപ്പം ചിലപ്പം ആ തരത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് വല്ലതും ഈ 2 ചാനലിന് അജണ്ട ഉണ്ടോ എന്നായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ 2 ചാനലിന് ചില അജണ്ടകളുണ്ട്. അല്ല, ഒരു വ്യക്തമായ കാര്യം, മനസ്സിലാവും. ഞങ്ങൾക്കൊരു വ്യക്തമായ നിലപാടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരാണ്. BJPയെക്കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാണ്. ഞങ്ങൾക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. വളരെ ശക്തമായി ഞങ്ങൾ തള്ളിക്കളയും. ഈ 2 വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്ന പാർട്ടിയാണ്. മീഡിയ വണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്കെതിരാവും. ജനം TV-യെക്കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക്. ഞങ്ങൾക്ക് ഇങ്ങനെ ധാരണയില്ല. ഞങ്ങളിത് തുറന്ന് പറയുകയാണ്, തുറന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ജോലി ശക്തമായ രൂപത്തിൽ ചെയ്യുകയാണ്. ഈ 2 വർഗീയതയും തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് MLA ഇതിനകത്തിൽ പ്രകടിപ്പിച്ച നിലപാട് ഈ 2 മാധ്യമങ്ങളും ബോധപൂർവമായി ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ധ്രുവീകരണം ഉണ്ടാക്കാനാണ്. അതാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അത് മീഡിയ വണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് എന്തൊരു മൗഢ്യമാണത്, എന്തൊരു തെറ്റായ അഭിപ്രായമാണത്. ജനം TV-യെക്കുറിച്ച് പറഞ്ഞാൽ BJPക്കെതിരാവുകയാണ്, ഹിന്ദുക്കൾക്കെതിരാവുകയാണ്. ഇല്ല, ആ നിലപാട് ഞങ്ങൾക്കില്ല. ആ നിലപാടിനെ ശക്തമായി തള്ളിക്കളയുകയാണ്. ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഇല്ല. നമ്മുടെ ഈ ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. MLA വ്യക്തിപരമായിട്ട് ഒത്തിരി ആക്ഷേപം. ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ട് പറ്റാൻ പാർട്ടി മിഷനിൽ പ്രവർത്തിക്കാൻ അത് കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റാതെ വന്നതായിരുന്നു ഒരു തെറ്റിദ്ധാരണ ആണെങ്കിൽ അങ്ങനെ. അത് നമ്മൾ അവിടെ കായംകുളത്ത് ഏറ്റവും അവസാനം നടത്തിയ യോഗത്തിൽ ഞാൻ സംസാരിച്ചു. സത്യം പറയുക, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഈ ഹൈവേ വികസന സമിതിയുടെ പിന്നിലുള്ള രാഷ്ട്രീയമായ ദുഷ്ടലാക്കിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ സഹകരിച്ചു. പാർട്ടി സഹകരിച്ചു, LDF സഹകരിച്ചു, MLA സഹകരിച്ചു, അന്നത്തെ MP സഹകരിച്ചു, കായംകുളം നഗരസഭ, ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും സഹകരിച്ചു. അവരാദ്യം അണ്ടർ പാസേജ് പറഞ്ഞു, ഞങ്ങൾ അതിനോടൊപ്പം നിന്നു. അവർ പിന്നീട് അത് മാറ്റി എലിവേറ്റഡ് ഹൈവേ പറഞ്ഞു, ഞങ്ങൾ അതിനോടും ഒപ്പം നിന്നു. മനസ്സിലായില്ലയോ? ഞങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ച് കാലേ കൂട്ടി എന്താണ് ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതായിരുന്നു. ഇതിലാരാണ് കള്ളക്കളി കാണിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടതായിരുന്നു. എന്നായിരുന്നു ഈ DPR രൂപം നൽകിയെന്ന് പറയേണ്ടതായിരുന്നു. 2014 അന്ന് ഈ MP അല്ല, ഇന്നത്തെ MP ആണ് അന്നത്തെ MP. അത് ഞങ്ങൾ പറയേണ്ടിയിരുന്ന, ഞങ്ങൾ കുറച്ചുകൂടെ മുൻകൂട്ടി പറയേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തിട്ട് 2016-ലും 2014-ലും 2015-ലും അല്ല. ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തത് 1975-76 കാലത്താണ്. 30 മീറ്റർ എടുത്തിട്ടിട്ട് കേരളത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ കരുത്തരായ കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയപാത പണിഞ്ഞില്ല. അന്ന് ദേശീയപാത പണിഞ്ഞിരുന്നെങ്കിൽ BOT പ്രശ്നം വരില്ലായിരുന്നു. എലിവേറ്റഡ് ഹൈവേയും അണ്ടർ പാസേജിൻ്റെയും വിഷയം വരില്ലായിരുന്നു. 30 മീറ്റർ വീതിയിൽ ജനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ദേശീയപാത അന്നുണ്ടാക്കാമായിരുന്നു. 90-കളിൽ എത്തിയപ്പോൾ കേന്ദ്ര നയം മാറ്റി. UDF കോൺഗ്രസ് തന്നെയാണ് മാറ്റിയത്. നയം മാറ്റി BOT കൊണ്ടുവന്നില്ല ദേശീയപാതയിൽ. അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത്ര പഠിപ്പിക്കാൻ പറ്റിയ വസ്തുതയാണ്. ഇല്ല, ഞങ്ങൾ വളരെ സൗദ്ദേശപരമായി ദേശീയപാത ആത്മാർത്ഥമായി ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം അതിൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിന്നത്. അതിൻ്റെ പിറകിൽ ഒരു അജണ്ട ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് അജണ്ട വെളിയിൽ വന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്. ദേശീയപാതയെ വെട്ടിമുറിക്കാൻ
വെട്ടിമുറിക്കുന്നവർ കോട്ടില്ല എന്ന സംഗതിയിലൂടെയാണ് ഈ അജണ്ട വെളിയിൽ വന്നത്. ഓക്കെ, MLA വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്, MLA ആലോചിച്ചു. പക്ഷെ അപ്പോൾ അങ്ങനെ പോലും പാർട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, പാർട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യുക. അല്ല, അന്നേരം MLA ഒന്നും ചെയ്തില്ല. അന്നേരം അന്നത്തെ MP ചെയ്തു. അന്നേരം അതിനെ പ്രൊട്ടക്ട് ചെയ്ത്. അന്നേരം MLA കുറിച്ച് വലുതായിട്ട് പറഞ്ഞില്ല. ഓരോ ഘട്ടത്തിൽ ഓരോ അജണ്ടയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് MB യെ കേന്ദ്രീകരിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ MB യെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണം വന്നത്. മനസ്സിലായില്ലയോ? ഞങ്ങൾ പ്രചരണമൊക്കെ നടത്തി. അവസാന ഘട്ടങ്ങളിലാണ് പ്രചരണം നടത്തിയത്. ഞങ്ങൾ MLA നേതൃത്വത്തിലാണ് പ്രചരണം നടത്തിയത്. പിന്നീടാണ് MLA. അപ്പോൾ എന്താ, നിലവിലുള്ള MP യുടെ ഉത്തരവാദിത്തം വിട്ടിട്ട് നിലവിലെ MLA-ക്കെതിരാക്കി, നഗരസഭയ്ക്കെതിരാക്കി അജണ്ട കൂടുതൽ വെളിയിൽ വരികയാണ്. ഈ അജണ്ടയെല്ലാം ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയാണ്, ഞങ്ങളോട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ദേശീയപാത ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നടക്കണമെന്ന ഞങ്ങളുടെ താല്പര്യത്തെ ഇവിടെ വളരെ സങ്കുചിത താല്പര്യത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഇവിടെ ചിലർ ഉപയോഗപ്പെടുത്തി. അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ നിന്നൊക്കെ BJP-യിലേക്ക് ഒരു ഒഴുകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ CPM പോലെ പ്രസ്ഥാനത്തിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ ഒരു ട്രെൻഡായി ഈ അടുത്ത കാലത്ത് മാറുന്നു എന്ന് നിരീക്ഷിക്കുന്ന ആൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കായംകുളം CPM-ലെ അസംതൃപ്തരെ പിന്നെ ഈ PVC ബാബുവിനെ ഉപയോഗപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് തമ്പടിച്ച് കായംകുളത്തെ പാർട്ടിയിലെ അസംതൃപ്തരെ BJP-യിലേക്ക് മാറ്റുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതിനെ പറ്റി പാർട്ടി എന്താണ് പറയാനുള്ളത്? എന്നല്ലോ, അതൊന്നും വിജയിക്കുന്ന കാര്യമല്ല. ഒന്നോ രണ്ടോ പേര് പല സ്വഭാവത്തിലുള്ളവർ പാർട്ടിക്കകത്ത് കടന്നു വരാറുണ്ട്. അതിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാൻ പറ്റും. ഇത് ത്യാഗം സഹിക്കേണ്ട പാർട്ടിയാണ്. ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും മാത്രമൊന്നുമല്ല, അതിമഹത്തായ ലക്ഷ്യമുള്ള പാർട്ടിയാണ്. ഈ സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കേണ്ടവർക്ക് കുറച്ച് സ്വഭാവ ഗുണങ്ങളുണ്ടാകും. വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ സംശുദ്ധി ഉണ്ടാവണം. ജനങ്ങൾക്ക് വിശ്വാസപൂർവ്വമായി പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റണം. അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കണക്കടിച്ച് സഹായിക്കുന്നതല്ലാതെ ആരും പോകാത്ത. അതുകൊണ്ടാണ് ഇവരൊക്കെ ചില ഒന്നോ രണ്ടോ പേര് പോയിട്ട് നിങ്ങൾ കണക്കടിച്ചപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുക. ഇന്നലെ 58 എന്ന് പറഞ്ഞു, 218 എന്ന് പറഞ്ഞു, 300 ചുമ്മാ ഇങ്ങനെ കണക്ക് പറയുക. അത് പാവങ്ങളായിട്ടുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ. അദ്ദേഹം 4 വർഷമായി BJP-യുടെ പ്രവർത്തകനാണ്. മൂന്നാമതിരിക്കുന്നത് കൃഷ്ണകുമാർ, പുതിയവിളയിലുള്ളതാണ്. അയാൾ എത്രയോ കാലമായി പഴയ എക്സ് പട്ടാളക്കാരനാണ്. അയാൾ ഒരിക്കൽ പോലും CPM-ന്റെ അനുഭാവിയായിട്ടില്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ സക്കീർ ഹുസൈൻ ഒഴിച്ചു മുഴുവൻ പേരുടെ പേരും നമുക്ക് സമ്മേളിക്കാം കേട്ടോ, നമുക്ക് സമ്മേളിക്കാം. ഈ മുഴുവൻ പേരുടെ പേരുകളുമായി നമുക്കിരിക്കാം. CPM-ന്റെ കൂടുതലില്ല, ഒരാളെ ഉള്ളൂ. കായംകുളത്ത് CPM പ്രവർത്തകര് പോയെന്നാണ് വാർത്ത. അല്ല, ഞാൻ നിങ്ങളോട് ചുമ്മാ അല്ലല്ലോ പറയുന്നത്, ഞാൻ പേര് പറയാം. ഞങ്ങൾ അന്വേഷിക്കുകയാണ്. സക്കീർ ഹുസൈന്റെ കാര്യത്തിൽ സക്കീർ ഹുസൈൻ ഇപ്പോ CPM ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് പോയത്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി പരിപാടിയിൽ വരെ സക്കീർ ഹുസൈൻ പങ്കെടുത്താണ്, സജീവമായി പങ്കെടുത്താണ്. പക്ഷേ സക്കീർ ഹുസൈൻ പങ്കെടുത്തോളൂ. കഴിഞ്ഞ പാർട്ടി സമ്മേളനവുമായി കുറച്ചു നാളുകളായി സക്കീർ ഹുസൈനെതിരെ പാർട്ടിക്ക് ചില കാര്യങ്ങളിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ടു, മീറ്റർ പലിശയുമായി ബന്ധപ്പെട്ടു സക്കീർ ഹുസൈന് ബന്ധമുണ്ടായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിലും അല്ലാതെയും പാർട്ടിക്ക് മുൻപിൽ നിരന്തരമായ പരാതികൾ ഇരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരാളുടെ പേരിൽ ആരോപണം ഉയർന്നു വന്നാൽ ഉടൻ നടപടിയെടുക്കലല്ല, അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി ധാരണ എടുത്തിരിക്കുകയാണ്. അന്വേഷണം വന്നാൽ ഇയാൾ പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് അയാൾ പുതിയ രാവണം അന്വേഷിച്ചു പോയത്. ഇതാണ് വസ്തുത. താങ്കൾ ഉൾപ്പെട്ടിരുന്ന പഴയ പാർട്ടി പുതിയ രാജ്യത്തേക്ക് പോവുകയാണ്. അത് അതിനെക്കുറിച്ച് എന്താണ് ഉൾപ്പെട്ടിരുന്ന പഴയ പാർട്ടി? അതിന് മറുപടി അതല്ലേ. ഒരു കാര്യോടെ
നിങ്ങൾ ഇങ്ങനെ വാർത്തയിടുന്നതിൽ നിങ്ങളുടെ ചാനലുകൾക്ക് ബന്ധമുണ്ടോ? നിങ്ങളുടെ എംബ്ലം വെച്ചിട്ട് റൈറ്റേഴ്സ് ഉണ്ട് മാക്സിമം. ഇങ്ങനെ മനോരമ ന്യൂസ്, റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അവിടെയാണ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ചാനലാണല്ലോ. എല്ലാ ചാനലും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ പോലെ സൈബറിൽ അനാവശ്യമായി പറയുന്ന മുഖമില്ലാത്ത മനുഷ്യർ. മുഖമുള്ളവരങ്ങനെ പറയില്ല. ഈ ഒളിഞ്ഞിരുന്ന് എല്ലാവരെയും ചീത്ത പറയും. ഇപ്പം കേരളത്തിലൊരു നടി തന്നെ പറഞ്ഞല്ലോ, പരാതി കൊണ്ട് പോയിട്ടുണ്ടല്ലോ. നടി ചെയ്ത തെറ്റോ ശരിയോ എന്ന് അവരുടെ വീട്ടുകാർ പരിശോധിച്ചാൽ മതിയല്ലോ. ഇപ്പം അവർ പരാതി കൊടുത്തുന്ന ഓരോന്നിനായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ ചാനലുകൾ കാണാം. അതിനെനിക്കിത്തിരി സമയം തരൂ, എനിക്കിത്തിരി ഇടവേള തരൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പറയാനുള്ളത്, ഈ ഒരു പ്രശ്നത്തിൽ എന്നെയും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ പട്ടണത്തിൽ ഞങ്ങൾ വർഗീയപരമായിട്ടുള്ള ചില ചേരുതിരിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് കരുവാക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇത്രയും നല്ല സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും തമ്മിൽ ഇത്രയും സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഈ പട്ടണത്തിൽ പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിച്ചാലൊരു വാർത്ത എന്തുകൊണ്ട് കായംകുളം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു ഞങ്ങളും പരസ്പരം ചോദിക്കുന്നതാണ്. എൻ്റെ വീട്ടിലടക്കം എൻ്റെ അമ്മയടക്കം ചോദിക്കുന്നതാണ്, കായംകുളത്ത് നല്ല വാർത്ത എന്താ വരാത്തതെന്ന്. ഇവിടെയുണ്ട് കരൾ പകുത്ത് കൊടുത്തവരുണ്ട്, ഹൃദയം കൊടുത്തവരുണ്ട്, രക്തം കൊടുക്കുന്നവരുണ്ട്. ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾക്ക് വേണ്ട. ഇപ്പം തന്നെ സമ്മേളനങ്ങളിൽ എവിടെയെല്ലാം ചില ശുദ്ധീകരണ നടപടി എല്ലാവരും ചെയ്യും. കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ എവിടെയെല്ലാം പുതിയ നേതൃത്വം വന്നു. അവിടെ ഒന്നും നിങ്ങൾ കായംകുളം എപ്പോഴും ടാർഗറ്റഡ് ആണ്. ഇത് നല്ലൊരു പട്ടണമാണ്. ഈ ഒരു നല്ല പട്ടണത്തിൽ അപ്പം അല്ല, ഞാൻ ഏത് വാർത്ത തന്നാലും അല്ല, അത് ആധികാരികമായിട്ട് പറയുന്നതായിരിക്കുമോ? നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ ഈ വിഭാഗീയമായിട്ട് എന്ത് പേരിലാണെങ്കിലും ഞങ്ങൾ ഒരു പരിധി വരെ അതൊന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫോണിലേക്ക് നിങ്ങളുടെ പാർട്ടി മെമ്പർമാർ അയച്ച എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വം എൻ്റെ ധാർമ്മികത കാണിക്കാനെന്ന് പറയാൻ ഈ നാട്ടിലെ മുഴുവൻ CPM നേതാക്കൾക്കെതിരെ മറ്റേ വനിതാ സഹാക്കളുടെ പീഡനപരാതി അടക്കം ഇവിടുത്തെ അത് അങ്ങനെ പറയരുത്. അങ്ങനെയല്ല, അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഈ പറയുന്നവര് ഒരിക്കലും CPM ബന്ധുക്കളല്ല. ഈ പറയുന്നവര് ഇത്തരം പറയുന്നവരായിരിക്കും ഈ പറഞ്ഞ കൊഴിഞ്ഞുപോക്കിലൊക്കെ വരുന്നത്. ഇത് പറഞ്ഞുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്, ഇപ്പം പറഞ്ഞാലൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് വാർത്ത തരുന്നു എന്ന് പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആരും വാർത്ത തരാറില്ല. ഇവിടെ ഈ നമ്മൾ പറയുന്നു ഈ കൊഴിഞ്ഞുപോക്കിലൊക്കെ ചെല്ലു പോകുമെന്ന് പറയുമ്പോൾ ഇത്തരം വാർത്തക്കാർ വാർത്ത തന്നതിന് ശേഷം നടക്കാത്തപ്പോൾ അവർ വീണ്ടും കൊഴിഞ്ഞു പോകും. ആ മെയിൻ വാർത്തക്കാരൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളും ചോരാത്ത അവസ്ഥയിലേക്ക് എത്തി. ചോർത്തുന്നവരും ഒക്കെ കുറേ പോയിട്ടുണ്ട്. അത് CM ആണ് ആൻസർ പറയേണ്ടത്. ഞാൻ ഓൾറെഡി ഇല്ല, അത് നമുക്ക് താലൂക്കൊന്നും ഒരിക്കലും ഒരു MLA പെർവ്യൂവിൽ വരുന്ന കാര്യമല്ല. അത് നയപരമാണ്. ഗവൺമെൻറ് താലൂക്ക് പ്രഖ്യാപിച്ചാൽ മാത്രമേ താലൂക്ക് വരുള്ളൂ. അതൊരിക്കലും അത് കാലാകാലങ്ങളായി MLA-മാരെ വെച്ച് വിലയിരുത്തുന്നതാണ്, ഒരിക്കലും അല്ല. നിങ്ങൾക്കറിയാലോ, ധനകാര്യ വകുപ്പ് മന്ത്രിമാരടക്കം ഉണ്ടായിരുന്ന നാടാണ് നമ്മുടേത്. അന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ നോംസിൽ